എല്ലാവർക്കും CR.comലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കുട്ടിക്കാലത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലെ വിശേഷങ്ങളാണ്. കൊട്ടാരം എന്ന് വെച്ചാൽ 225-ൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു തകർന്ന കെട്ടിടമാണ്. 25 ഏക്കറിൻ്റെ നടുവിലായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അടുത്തായിട്ട് വീടുകളോ താമസക്കാരോ ഒന്നും തന്നെ ഇല്ല. ഈ കാണുന്ന അപ്പൂപ്പനാണ് ഈ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരൻ. 60ഓളം വർഷങ്ങളായി ഈ അപ്പൂപ്പൻ ഇവിടെ താമസിക്കുന്നു. ഈ കൊട്ടാരത്തിലേക്ക് 2 രഹസ്യ വരികളുണ്ട്. ധാരാളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും പ്രേത സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ലൂസിഫറും കാർബണും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഈ അപ്പൂപ്പൻ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റുകയുള്ളൂ. കാടിന് നടുവിലായതുകൊണ്ട് നമുക്ക് പേടി തോന്നും. ആരും നോക്കാനില്ലാതെ നശിച്ചു കിടക്കുകയാണ് ഈ കൊട്ടാരവും പരിസരവും. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പണിതാണ് ഈ കൊട്ടാരം. ശരിക്കും ഈ കെട്ടിടം തകർന്നു കിടക്കുന്ന കണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയാണ് അമ്മച്ചി കൊട്ടാരം. തിരുവിതാംകൂറിലെ രാജാക്കന്മാർ റാണിമാരെന്ന് വിളിച്ചിരുന്നത് സഹോദരിമാരെയാണ്. രാജാവിൻ്റെ പത്നിമാരെ അമ്മച്ചിമാർ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന് പേര് വന്നത്. വർഷത്തിൽ 4 മാസം താമസം പറഞ്ഞോടെ 8 മാസം തീരുന്നു. അവർ വേനൽക്കാലം. ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നശിച്ച അവസ്ഥയിലായിരുന്നു. സിനിമക്കാർ വന്ന് സെറ്റിട്ടാണ് ഷൂട്ടിംഗ് ചെയ്തു പോകുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ആ ഉപ്പൂപ്പൻ ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു. ഇതിപ്പോൾ രാജീയ കുടുംബത്തിൻ്റെ കീഴിലുള്ള സ്വകാര്യ വ്യക്തിയുടെയാണ്. 2018-ൽ ഇറങ്ങിയ കാർബൺ എന്ന സിനിമയിൽ ഈ കൊട്ടാരത്തിൻ്റെ മുഴുവൻ സൗന്ദര്യം കാണാൻ സാധിക്കും. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ അപ്പൂപ്പൻ തനിയെ ഈ വീട്ടിൽ താമസിക്കുന്നു എന്നതാണ്. ഇതിനകത്തുനിന്ന് കുറേ കാഴ്ചകൾ കണ്ടു നടന്നപ്പോൾ എനിക്ക് സത്യത്തിൽ പേടിയാണ് തോന്നിയത്. ഈ അപ്പൂപ്പൻ തനിയെ എങ്ങനെ ഇവിടെ താമസിക്കുന്നു എന്നതാണ് ഞാൻ ചിന്തിച്ചത്. മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം ഈ കൊട്ടാരത്തിലെത്താൻ. ഈ കൊട്ടാരം കാണാനായി ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഷൂട്ടിംഗ് നടക്കുന്ന സമയങ്ങളിൽ ഇതിനകത്ത് പ്രവേശനം അനുവദിക്കുന്നതല്ല. കുമിളിയിലേക്കുള്ള യാത്രാമധ്യയാണ് ഞാൻ ഈ കൊട്ടാരം കാണാനായിട്ട് കയറിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.